നമസ്കാരം. പാചകവാതക ക്ഷാമം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പല കടകളും അടച്ചിടേണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ വീടുകളിലാണെങ്കിലും ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥയാണ്. പല കടകളിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയായി. അപ്പം, ദോശ എന്നീ സാധനങ്ങളെല്ലാം ഒഴിവാക്കിയാണ് ഇപ്പോൾ ഹോട്ടലുകൾ വരെ പ്രവർത്തിച്ചു വരുന്നത്. അവരോട് അന്വേഷിക്കുമ്പോൾ ഈ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ കട അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് അവരുടെ എല്ലാം അഭിപ്രായം. വനത്തിൽ വിറകെടുക്കാനുള്ള അനുവാദം ഫോറസ്റ്റ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകുന്നില്ല. അതും വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഗ്യാസ് തീർന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രതികരണങ്ങൾ കേൾക്കാം. ഭയങ്കര ക്ഷാമമാണ്, വിറകിനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കടകളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുണ്ട്, 2-3 ദിവസത്തേനും കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. കുറ്റി കൊടുത്തിട്ടുണ്ട്, വരുമോന്ന് അറിയാൻ പാടില്ല. അവിടുന്ന് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഗ്യാസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടുകളിൽ ആർക്കും ഗ്യാസ് ഇല്ല. അപ്പോൾ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന കച്ചവടത്തിന് വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മീൻസ് നമുക്ക് മൂന്നാറിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കടകളിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കും. പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഗ്യാസ് ഇപ്പോൾ തീർന്നു പോയി. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉള്ളത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുക, ഒരു സിലിണ്ടർ കത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അത് തീരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ല, എംറ്റി ഉള്ളത്. എംറ്റി ഞാൻ കൊണ്ട് കടയിൽ വെച്ചിട്ടുണ്ട്. വണ്ടി ഇതുവരെ വന്നിട്ടും ഇല്ല. വരുവാണെങ്കിൽ എടുക്കുകയും ചെയ്യണം. പക്ഷേ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഉന്തും തള്ളുമായിരിക്കും. എല്ലാ ആൾക്കാർക്കും ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്, അവരവർക്കായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടുമോ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉന്തും തള്ളുമായിരിക്കും. പിന്നെ സിലിണ്ടർ വണ്ടി വരുമ്പോൾ അറിയാമായിരിക്കും എന്താ ഇവിടെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഗ്യാസ് എത്തിക്കുവാണെങ്കിൽ അത്ര വളരെ ഉപകാരമായിരിക്കും. വിറക് ഇല്ല, വിറക് കിട്ടാറില്ല. വിറക് കിട്ടാറില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ വിറക് കിട്ടാറേ ഇല്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാട്ടിൽ പോയൊക്കെ വിറക് കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ പോകാറില്ല. ഇപ്പോൾ വിറകും കിട്ടാറില്ല. ഗ്യാസ് ഇല്ലെങ്കിൽ ഉറപ്പല്ലേ വീട് പട്ടിണിയാകും. ശരിയാ, ഗ്യാസ് എത്രയും പെട്ടെന്ന് എത്തിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വീടുകളിൽ എത്തിക്കണം. ഒരുപാട് വയസ്സായ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ പ്രായം ചെന്ന ഒരുവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ഗ്യാസ് കൊണ്ടാണ് എത്തിക്കുന്നത്. അമ്മ വന്നിട്ട് താഴെ വീണിട്ടുണ്ട്. എന്നിട്ട് അവരെ കാലൊക്കെ പൊട്ടിയ അമ്മയാണ്. പക്ഷേ ആ അമ്മയൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇന്ന് രാവിലെ ഒന്ന് എന്നോട് ചോദിച്ചു എവിടെയെങ്കിലും ഗ്യാസ് കിട്ടും. ഞാൻ പറയും നോക്കട്ടെ അമ്മ, എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വേറെ മക്കളാരില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ ഭയങ്കര, നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഒരാഴ്ചയായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പം ഒരാളുടെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ചിട്ട് ആ കുറ്റിയും കൊണ്ടൊന്ന് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പകരം കുറ്റി എടുത്തു കൊടുക്കണം. എങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് അറിയത്തില്ല. പറയൂർ വിഷന് വേണ്ടി ജിഷ കണ്ണാടൻ.